ഐക്യം ഉറപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് നടന്നത് എന്ന് നേതാക്കൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഐക്യത്തിലായി അവരെല്ലാം മാറിയിട്ടുണ്ട്, എല്ലാവരും നന്നായി എന്ന് പറയുകയേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ഐക്യം ഉറപ്പിച്ച ഒരു യോഗം പൂർത്തിയാകുമ്പോൾ ഉറപ്പിച്ചില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കോൺഗ്രസ്സുകാരെല്ലാം വന്നിട്ട് പറയില്ലേ റിപ്പോർട്ടർ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന്. അപ്പോൾ അതുകൊണ്ട് ഐക്യം ഉറപ്പിച്ചു എന്ന് AICCയുടെ ജനറൽ സെക്രട്ടറി അടക്കം പറഞ്ഞ കാര്യം ഞാൻ എന്തായാലും വിശ്വാസത്തിലെടുക്കുകയാണ്. ഐക്യം ഉറപ്പിച്ചിട്ടാണ് ആ യോഗം പിരിഞ്ഞിരിക്കുന്നത്. ഡോക്ടർ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ കൃത്യമായി ഹൈക്കമാൻഡിന്റെ നിരീക്ഷണത്തിലാണ്, നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്നത് പോലെ ഓരോ നേതാവും ഇവിടെ നിന്ന് വിളിപ്പിച്ചിരിക്കുന്ന നേതാക്കളാരും ചില്ലറക്കാരല്ലോ. എല്ലാ നേതാക്കളും ഇനി CCTV സർവൈലൻസ് പോലെ ഹൈക്കമാൻഡിന്റെ സർവൈലൻസിലാണ്. അപ്പോൾ നിങ്ങൾ ഹൈക്കമാൻഡിന്റെ നിരീക്ഷണത്തിലാണ്. അത് VD സതീശനും K സുധാകരനും രമേശ് ചെന്നിത്തലയ്ക്കും തുടങ്ങി താഴേക്കുള്ള എല്ലാ നേതാക്കൾക്കും ബാധകമാണ് എന്ന് ഹൈക്കമാൻഡിൽ നിന്ന് കൃത്യമായി പറഞ്ഞിട്ടാണ് ഈ യോഗം പൂർത്തിയാകുന്നത് എന്നതാണ് ഈ പരസ്യ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഐക്യത്തിലാണ് നേരത്തെ ഉള്ള ഒരു സാധനമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടല്ലോ ഞങ്ങൾ അതിലാണ്. ഇത് വീണ്ടും വീണ്ടും അവരെ തന്നെ സ്വയം വിശ്വസിപ്പിക്കാൻ ഓരോ നേതാവും ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ ആരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, പ്രത്യേകിച്ചും K സുധാകരനും VD സതീശനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് തമ്മിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്കാണോ പ്രശ്നം എന്ന ലൈനിലേക്ക് ഇപ്പോൾ രണ്ട് നേതാക്കളും എത്തിയിട്ടുണ്ട് എന്നതാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.